നമസ്കാരം. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? നമ്മുടെ ആരോഗ്യം തന്നെയല്ലേ? പക്ഷേ ക്യാൻസർ ഉൾപ്പെടെയുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന റോങ് ഇൻഫർമേഷൻ പലപ്പോഴും ജീവന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ക്യാൻസർ മിത്തുകളെക്കുറിച്ചും അതുപോലെ ക്യാൻസർ സംബന്ധമായ കുറച്ച് ആധികാരികമായ കാര്യങ്ങളും നമുക്ക് ക്യാൻസർ ഹീലർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രശസ്ത ഓങ്കോ സർജനും കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റും സർജിക്കൽ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ ജോജോ വി ജോസഫ് സാറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. എനിക്ക് ആദ്യം തന്നെ ഡോക്ടറിനോട് ചോദിക്കാനുള്ളത് വളരെ ബേസിക്കായൊരു ചോദ്യമാണ്. അതായത് എന്താണ് ക്യാൻസർ? അതുപോലെ ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിച്ചാൽ ശാസ്ത്രീയമായ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് ക്യാൻസർ കോശങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ ശരീരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടറൊന്ന് പറയാമോ? ഒരു ലോങ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, എങ്കിലും ഞാൻ പറയാം. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ തന്നെ കോശങ്ങൾ, സാധാരണ രീതിയിൽ ശരീരത്തിലെ കോശങ്ങൾ വളരും, ഡിവൈഡ് ചെയ്യും, അത് കുറച്ച് ബാക്കി അതിൻ്റെ ആയുസ്സെത്തി കഴിയുമ്പോൾ അത് മരിച്ചു പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിലാണ്. അതായത് ഒരു കോശം എത്ര ഡിവൈഡ് ചെയ്യണം, എത്ര എണ്ണം കൂടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോളിലായിരിക്കും. അപ്പോൾ അത് കൺട്രോൾ വരുന്നതിന് പല പല മെക്കാനിസം ഉണ്ട്. അതിൽ ഒരു പ്രധാന മെക്കാനിസം ആ കോശത്തിൻ്റെ DNA എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഇൻടാക്ട്നെസ് ആണ്. അല്ലാതെ എത്ര നോർമലായിരിക്കും എന്നുള്ളതനുസരിച്ചാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഈ DNAക്ക് ഡാമേജ് വരുമ്പോൾ, നമുക്കറിയാലോ DNA ആണ് നമ്മളുടെ ഈ എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കണം, നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്ന ഈ DNAയിലെ സ്ട്രക്ചറാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കോശം അബ്നോർമലാവും. അപ്പോൾ അത് പതിയെ പതിയെ ശരീരത്തിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ അബ്നോർമലായിട്ടുള്ള കോശങ്ങൾ ഇവരുടെ ശരീരത്തിൻ്റെ കൺട്രോളിലില്ലാതെ വളരുന്ന പ്രതിഭാസമാണ് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാം ക്യാൻസർ. ഇപ്പോൾ നമ്മൾ ഒരു അവയവത്തിലൊരു ക്യാൻസർ കോശം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കരളിലൊരു ക്യാൻസർ കോശം ഉണ്ടായി. അപ്പോൾ സാധാരണ രീതിയിൽ കരളിലെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന കൺട്രോൾഡാണ്. ആ അവയവം അങ്ങനെ തന്നെ അതിൻ്റെ സൈസിലിരിക്കും. കാരണം അതിൻ്റെ വലിപ്പം കൂടാനോ അല്ലെങ്കിൽ കുറയാനോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് വളരാനോ സമ്മതിക്കില്ല. എന്നാൽ ഈ പർട്ടിക്കുലർ കോശം ശരീരത്തിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അത് പ്രിഫറൻഷ്യലായിട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് വളരും. അപ്പം നോർമലി ഉള്ള കോശങ്ങളെ ഇത് പതിയെ പതിയെ നശിപ്പിക്കാൻ തുടങ്ങും. ഇതിന് കിട്ടേണ്ട ബാക്കി നോർമൽ കോശങ്ങൾക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ഇത് വലിച്ചെടുക്കും. അപ്പം ആ സൈഡിലുള്ള കോശങ്ങളെ കംപ്രസ് ചെയ്യും, അതുപോലെ തന്നെ ന്യൂട്രീഷണലി ഡെബിലിറ്റേറ്റഡ് ആക്കും. അതുപോലെ തന്നെ ഈ കോശങ്ങളിലേക്ക് പുതിയതായിട്ട് രക്തക്കുഴലുകൾ ഇത് തന്നെത്താൻ കമാൻഡ് കൊടുത്തുണ്ടാക്കും. എന്നിട്ട് ഇത് പതിയെ ഈ കോശങ്ങൾ, ഈ പുതിയതായിട്ടുണ്ടാകുന്ന രക്തക്കുഴലുകൾക്ക് ഭിത്തിക്ക് വളരെ കട്ടി കുറവായിരിക്കും, അതിലേക്ക് ഈ കോശങ്ങൾ കയറും. എന്നിട്ട് ഓരോരോ കോശങ്ങൾ ഈ രക്തത്തിൽ കൂടെ വിവിധ അവയവങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞാൻ നേരത്തെ ഈ ലിവറിൽ സംഭവിച്ച പോലെ അവിടെ ചെന്ന് അത് അവിടെ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങും. അങ്ങനെ വളരുമ്പോഴത്തേക്കും പതിയെ ആ അവയവത്തിലെ പ്രവർത്തനവും തകരാറിലാകും. അങ്ങനെ മൾട്ടിപ്പിൾ അവയവങ്ങൾ തകരാറിലാകുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ രോഗ സിംറ്റംസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഓർഗൻ ഫെയിലിയറിൻ്റെ ഇത് വന്ന് അറിയാലോ, എല്ലാ ഓർഗനും കൃത്യമായി പ്രവർത്തിച്ചാലും നമുക്ക് ആയുസ് നിലനിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഓർഗൻസ് നശിക്കുന്നു, അതോടുകൂടി നമ്മൾ മരണത്തിന് കീഴടങ്ങും. അതാണ് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ സംഭവിക്കുക. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതുപോലെ ഡോക്ടർ, ക്യാൻസറിന് ശരിയായ ഒരു ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിനിൽ ഇല്ല എന്നും ഡോക്ടറിന് ചിരി വരുമായിരിക്കും ഇത് കേൾക്കുമ്പോൾ. അത് മാത്രമല്ല, ഈ മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന ക്യാൻസർ മരുന്നുകൾ പലപ്പോഴും ഒരു രോഗിക്ക് അവരുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്നും ചില സോഷ്യൽ മീഡിയ വീഡിയോകളിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 25 വർഷത്തിലധികമായി ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടറിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് ഈ എന്താ പറയുക, നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ വിരുദ്ധരുണ്ട് ഒരു ഗ്രൂപ്പ്, സയൻസിന് വിരുദ്ധരൊരു ഗ്രൂപ്പുണ്ട്. അവർ പറഞ്ഞ് പരത്തുന്ന സ്യൂഡോ സയൻസുകാരോട് പറഞ്ഞു വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം മാത്രമാണിത്. നമ്മളൊരു ക്യാൻസർ മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുന്ന് എന്താണ് നമ്മുടെ ശരീരത്ത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അതിന് എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ മരുന്നുകൾ ഒരു രോഗിക്ക്, ഇപ്പോൾ നമ്മൾ 2 പേരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 പേർക്കും അവരുടെ ശരീരത്തിൻ്റെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നോക്കി, സർഫസ് ഏരിയ നോക്കിയാണ് നമ്മൾ ആ അളവ് പോലും നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ഡോസ് ആയിരിക്കില്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും ഈ ക്യാൻസർ മരുന്നുകൾ നമുക്ക് അപകടം ഉണ്ടാക്കുന്നില്ല.
പക്ഷേ ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനോടൊപ്പം ഇത് സൈറ്റോടോക്സിക് കീമോതെറാപ്പി എന്നാണ് പറയുന്നത്. നമ്മൾ ഫുൾ ഫ്ലഡ്ജായിട്ട് സെലക്റ്റീവായിട്ട് ഈ ക്യാൻസർ കോശങ്ങളെ കൊല്ലാൻ നമുക്ക് പറ്റത്തില്ല കീമോതെറാപ്പി വെച്ച്. മറ്റു പല മരുന്നുകളുമുണ്ട് ഈ കീമോതെറാപ്പി വെച്ച്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിലെ ഈ ക്യാൻസർ കോശങ്ങൾ റാപ്പിഡ്ലി ഡിവൈഡിങ് ആണ്. അപ്പോൾ അതിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോവുക, തൊലി പോവുക, വായിലെ തൊലി പോവുക, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുക. കാരണം ഇതൊക്കെയാണ് ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമാണ്. അതിൻ്റെ എഫക്റ്റ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു നോർമലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും ക്യാൻസർ മരുന്നിനെ അല്ലെങ്കിൽ കീമോതെറാപ്പിയെ പേടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് ഒരിക്കലും അപകടം ഉണ്ടാക്കുന്നില്ല, മറിച്ച് രോഗമുക്തിക്ക് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുക. ഡോക്ടർ ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, അല്ലാണ്ട് പുകവലിയും മദ്യപാനവും ഒന്നുമല്ല, ഇമ്മ്യൂണിറ്റിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അതാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിൻ്റെ വാസ്തവം എന്താണ്? ഈ സപ്ലിമെൻ്റ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഈ അവരുടെ ഒരു തട്ടിപ്പ് വിദ്യ മാത്രമാണിത്. കാരണം ക്യാൻസർ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ മൾട്ടി ഫാക്ടോറിയലാണ്. അതിൻ്റെ അകത്തെ ഒരു ഫാക്ടർ മാത്രമാണ് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, നമ്മുടെ ജനറ്റിക് പ്രശ്നങ്ങളുണ്ടാവാം, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഇനാക്ടിവിറ്റി, നമ്മളുടെ എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് സംഭവിക്കുമ്പോൾ മാത്രമാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അല്ലാതെ അതിലൊരു ഫാക്ടറാണ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ എന്ന് പറയും. അതായത് ഒരു ക്യാൻസർ കോശങ്ങൾ ഉണ്ടായാൽ അതിനെ നശിപ്പിക്കുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റി നോർമലാണെങ്കിലും ഈ ക്യാൻസർ കോശങ്ങൾ പുതിയ ടെക്നിക്ക് കണ്ടുപിടിക്കും. അതായത് നമ്മളെ എന്താ പറയുക, നമ്മൾ കാമഫ്ലാജ് ചെയ്യുക, അല്ലെങ്കിൽ തലയും മുണ്ടിടുക എന്നൊക്കെ പറയും. അതായത് ഈ കോശം ഞാൻ ഇവിടുത്തെ തന്നെ ആളാണ് എന്നുള്ള മട്ടിലുള്ള രീതിയിലുള്ള കവറേജ് ഉണ്ടാക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി നോർമൽ ആണെങ്കിലും നമുക്ക് ക്യാൻസർ ഉണ്ടാകും. പക്ഷേ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഉള്ള HIV ഇൻഫെക്ഷൻ അങ്ങനെ അതുപോലെയുള്ളവർക്ക് ഈ ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലാത്തത് കൊണ്ട് ക്യാൻസർ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇമ്മ്യൂണിറ്റി കൂട്ടിയത് കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസർ കുറയുന്നില്ല. റെഗുലർ ഇമ്മ്യൂണിറ്റി നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി നമുക്കിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റത്തില്ല. കാരണം ഒത്തിരി കൂടുതലായാലും നമുക്ക് അപകടമാണ്, ഒത്തിരി കുറഞ്ഞാലും നമുക്ക് അപകടമാണ്. നമ്മളൊരു നോർമൽ സ്റ്റേറ്റിലാണ് ഇമ്മ്യൂണിറ്റി പോകുന്നത്. അപ്പം ക്യാൻസർ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ട് മാത്രമല്ല, ഇമ്മ്യൂണിറ്റിയെ പറ്റിക്കാനും ക്യാൻസർ എന്നറിയാം. അങ്ങനെയാണ് ഈ ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും രക്ഷപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ടല്ല. അത് ഈ സപ്ലിമെൻ്റ് ഇൻഡസ്ട്രിക്കാരുടെ ഒരു പ്രചാരണം മാത്രമാണ്. ഓക്കെ. അതുപോലെ ഡോക്ടർ, ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വളരെ കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്ലി ആവുന്നത്? നമുക്ക് എങ്ങനെ ഇത് കുറയ്ക്കാൻ സാധിക്കും? ശരിയാണ്. പക്ഷേ ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം നമുക്ക് ക്യാൻസറിൻ്റെ മരുന്നുകളെക്കുറിച്ച് പറയാം. ക്യാൻസർ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇതിൻ്റെയൊക്കെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ മരുന്നുകളൊക്കെ ഭയങ്കര റിസർച്ച് ആവശ്യമുള്ള സംഭവങ്ങളാണ്. വർഷങ്ങളോളം പല റിസർച്ചുകൾ നടത്തി കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ മരുന്നുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ മരുന്ന് ഉണ്ടാക്കുന്ന ആൾക്ക് ഇത് തിരിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു റിസർച്ച് ഇല്ല. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് വരണം. അപ്പോൾ പുറത്തുള്ള ഏത് ആൾ റിസർച്ച് ചെയ്യുന്നോ അവരെനിവേ അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അവർക്ക് എക്സ്പെൻസസ് ഇതിനകത്ത് തന്നെ മീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഈ R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന എക്സ്പെൻസസ് ആണ് പല ക്യാൻസർ മരുന്നുകളും ഇത്രയും എക്സ്പെൻസീവ് ആകാനുള്ള പ്രധാന കാരണം. കാരണം ഈ ക്യാൻസർ മരുന്നുകൾ മറ്റ് മരുന്നുകളെ പോലെ എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നല്ല. വളരെ കുറച്ച് മാത്രമേ ഇത് ചിലവാകുള്ളൂ. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത്, അല്ല ഒരു പർട്ടിക്കുലർ അസുഖത്തിന് മാത്രമേ ഇത് എഫക്റ്റീവ് ആകുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് ആൾക്കാരിൽ ഇത് ഉപയോഗിക്കുമ്പോൾ അത് ഈ റിസർച്ച് ചെയ്ത സെൻറ്ററിന് ഇത് കിട്ടണം, അല്ലെങ്കിൽ ഇതൊരു വയബിൾ ആവത്തില്ല. കാരണം ആരും റിസർച്ചിന് പോകത്തില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഈ മരുന്നിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, ടാക്സസ്, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് പരിപാടികളാണ്. കാരണം ഈ മരുന്ന് കോൾഡ് ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്ഥലത്തെത്തിയില്ലെങ്കിൽ മരുന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ആ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ കോസ്റ്റ്, ഈ മരുന്നുകളുടെ കോസ്റ്റ് കൂടുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം എല്ലാ മരുന്നുകളും ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വില കുറയുന്നുണ്ട്. കാരണം അതിൻ്റെ പക്ഷേ പുതിയ മരുന്നുകൾ വരുമ്പോഴത്തേക്കും ക്വൈറ്റ് എക്സ്പെൻസീവാണ്. അതൊരു വാസ്തവമാണ്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൂ. ഒന്നുകിൽ ഗവൺമെൻറ് ആക്റ്റീവായിട്ട് റിസർച്ചിലേക്ക് ഇറങ്ങുക, പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുക, ആ ഡെവലപ്പ് ചെയ്യുന്ന മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അത് പിന്നെ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, ടാക്സസ്, ഇതൊക്കെ കുറച്ചാൽ മാത്രമേ ഈ ക്യാൻസർ മരുന്നുകളുടെ കാര്യമുള്ളൂ.
ഈ രണ്ടാമത് നമ്മൾ സർജിക്കൽ സൈഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർജിക്കൽ എക്സ്പെൻസസ് ഇപ്പോൾ പറഞ്ഞ് നമ്മളിപ്പോൾ ഓരോ കാലത്തെയും സർജറിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ആളുടെ സർവൈവൽ അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സർജറി ചെയ്ത് മരിച്ചു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും കേൾക്കാതെ തന്നെയില്ല. വളരെ കുറച്ച് ആക്സിഡൻ്റലായിട്ട് നടക്കുന്ന ചില പെട്ടെന്ന് വരുന്ന ഹാർട്ട് അറ്റാക്ക് കൊണ്ടൊക്കെയുള്ള ആൾക്കാർ സർജറിക്കിടയ്ക്ക് മരിച്ചു പോകുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് നമ്മളുടെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അനസ്തീസിയ മെഷീൻസ്, അതുപോലെ പോസ്റ്റ് ഓപ്പ് കെയറിലുള്ള സൗകര്യങ്ങൾ, പിന്നെ മറ്റൊന്ന് നമ്മളുടെ ഇപ്പോൾ നമ്മൾ സർജറിയുടെ എടുക്കുകയാണെങ്കിൽ ഓപ്പൺ സർജറി കഴിഞ്ഞു ലാപ്രോസ്കോപ്പ് വന്നു, ഇപ്പോൾ നമ്മൾ റോബോട്ടാണ്. റോബോട്ടിൻ്റെ ഒരു നല്ല റോബോട്ടിന് 23-25 crores ആണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ വെച്ചാൽ മിക്കവാറും എല്ലാം ഡിസ്പോസിബിൾ ആണ്, അതിനെ വരും ലാക്സ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ കോസ്റ്റ് കൂടുതൽ. പിന്നെ അതിൻ്റെ കൂടുതൽ പിന്നെ റേഡിയേഷൻ മെഷീൻ്റെ ഒക്കെ നല്ല റേഡിയേഷൻ മെഷീൻ്റെ ഒക്കെ വില എന്ന് പറയുന്നത് 25 crores ആണ്. അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 12 അല്ലെങ്കിൽ 13 വർഷമാണ്. അപ്പോൾ ആരെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത് തിരിച്ച് പുതിയത് വാങ്ങി ലാഭം ഉണ്ടായില്ലെങ്കിലും പുതിയത് വാങ്ങാനുള്ള അതെങ്കിലും നമുക്ക് ഇടണ്ട്. ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു റേഡിയേഷൻ മെഷീനിൽ നമുക്ക് 75 അല്ലെങ്കിൽ മാക്സിമം 100 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടൊക്കെയാണ് ഈ എക്സ്പെൻസസ് കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർക്കാരിന് ഇതിൽ ഇടപെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ ഡോക്ടർ? ഇത് പറഞ്ഞപ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ ഈ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. അതായത് പല ഇൻഷുറൻസ് പ്ലാനുകളും അവർക്ക് നിർണായക ഘട്ടങ്ങളിൽ ഉപകാരപ്പെടാറില്ല, പല എക്സ്ക്യൂസ് പറഞ്ഞ് കിട്ടാറില്ല. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു കമ്പനി ഒന്നും ഡോക്ടർ പറയണ്ട, പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്കത് എങ്ങനെ അത് ശരിക്കും യൂസ്ഫുള്ളാക്കി മാറ്റാൻ പറ്റും? ഒരു ആവശ്യഘട്ടം വന്നാൽ അവർക്കത് കിട്ടുമെന്ന് ഉറപ്പുള്ള രീതിയിൽ നമുക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? എല്ലാവരും ജെന്യുവനായിട്ടൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഗവൺമെൻറ് ഒന്നും ഒരിക്കലും നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിയിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സമീപഭാവിയിൽ ഏതായാലും നടക്കില്ല. അപ്പോൾ പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം എന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പം വരും എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും ഈ ആൾക്കാർ വളരെ കാലങ്ങളായി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ മുഴുവൻ അവസാനം വരുന്ന ഒന്നുകിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ വരുന്ന ഇതുകൊണ്ട് മുഴുവനായിട്ടും അത് കളയാറുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് എടുക്കുക. ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഓർക്കുക, പ്രീമിയം ചെറുതാണ്. ഇപ്പോൾ ഞാൻ 1000 രൂപയ്ക്ക് 1 കോടി കവറേജ് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. ഒരു റീസണബിൾ എമൗണ്ട്. കാരണം ഇവർ പ്യുവർലി ബിസിനസ്സാണ്, അല്ലാതെ ഒരിക്കലും ചാരിറ്റി പ്രവർത്തനത്തിനല്ല ഇൻഷുറൻസ് കമ്പനി ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻഷുറൻസ് എടുപ്പിക്കുക, പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതും പൈസ തരാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ കൃത്യമായി ഏജൻസി വന്ന് പലതും പറയും, നമ്മളത് പോളിസി ഡോക്യുമെൻ്റ് ശരിക്കും വായിക്കണം. എന്തൊക്കെ കണ്ടീഷൻസാണ് അതിലുള്ളത്. ഇപ്പോൾ ചിലരുടെ ഇപ്പോൾ 1 വർഷമായിരിക്കും ഇത് ഉള്ളത്, ചിലർക്ക് 2 വർഷമായിരിക്കും ഈ അസുഖം വന്നാൽ. അപ്പോൾ ഏതൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിന് ഇവർ തരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. മുൻകൂട്ടി അസുഖമുണ്ടെങ്കിൽ ചില അസുഖങ്ങൾക്ക് അവർ കവർ ചെയ്യത്തില്ല, നമ്മൾ എടുത്തു വയ്ക്കുക. അവസാനം നമുക്ക് അസുഖം വന്ന് ആശുപത്രി ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഇത് ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. പ്രീമിയത്തിൻ്റെ അളവ്, നമ്മുടെ എമൗണ്ട് ഫിക്സ് ചെയ്യുക. നമുക്ക് എത്രയാണ് നമുക്കൊരു കണ്ടിജൻസി പ്ലാൻ എത്ര, അതനുസരിച്ചുള്ള പ്രീമിയം തീരെ കുറയ്ക്കുമ്പോഴുള്ള പ്രശ്നം ഇത്രയോടെ ഒത്തിരി ഹിഡൻ അജൻഡാസ് ഉണ്ടാവും. അതുകൊണ്ട് വ്യക്തമായി ഇതിൻ്റെ പോളിസി ഡോക്യുമെൻ്റ് വായിക്കുക. ഏതൊക്കെ അസുഖങ്ങളാണ് ഇതിന് കവർ ചെയ്തിരിക്കുന്നത്, എത്ര നാളത്തേക്ക് ഇത് കവർ ചെയ്യും, ഏതൊക്കെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ. കാരണം പലപ്പോഴും വന്നിട്ട് എന്താ പറയുക, നമ്മളിപ്പം ഈ ഹിസ്റ്ററി എഴുതി വരുമ്പോഴത്തേക്കും ആൽക്കഹോൾ യൂസ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ പല ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് തരത്തില്ല. കാരണം പുള്ളി 10 വർഷം മുമ്പായിരിക്കും, പക്ഷേ നമ്മുടെ റെസിഡന്റ് ഹിസ്റ്ററി ചോദിക്കും, അസുഖത്തിൻ്റെ മുഴുവൻ ചോദിച്ചാൽ എഴുതും. അപ്പോൾ അതുണ്ടെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഇൻഷുറൻസ് പോളിസി എടുക്കാൻ. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡബിൾ ഇൻഷുറൻസ് ആണ്. ഒന്ന് കാരണം വെച്ചാൽ അവർ അറിയാലോ, ഞാൻ പറഞ്ഞു അവർ നമുക്ക് എങ്ങനെ പൈസ തരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവർക്കും സംശയമുണ്ട്, ഡോക്ടർമാർ അനാവശ്യമായി ഇൻവെസ്റ്റിഗേഷൻ എഴുതിയോ അല്ലെങ്കിൽ അനാവശ്യമായി സർജറി ചെയ്തോ. അപ്പോൾ ഈ ഇൻഷുറൻസ് പോളിസി കൊണ്ട് ഒരിക്കലും നടക്കില്ല. കാരണം അത് ഡബിൾ. കാരണം ഇവർക്ക് നമ്മൾ ഒരെണ്ണം ഒരു ഇൻവെസ്റ്റിഗേഷൻ എഴുതിയാൽ അത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി അവരിങ്ങോട്ട് തിരിച്ചു പോയി. കാരണം എന്നിട്ട് അവർ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ഡബിൾ ചെക്കാണ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടും, 2 നമ്മുടെ ചികിത്സ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യപ്പെടും അല്ലേ? ഇത് പറഞ്ഞപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മിക്കവാറും പ്രൊഫഷണൽ എത്തിക്സോടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ ദേഷ്യം വരും. അതായത് ഇതും സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രചാരണമാണ് ഡോക്ടർ. ഡോക്ടേഴ്സ് ആവശ്യമില്ലാതെ മരുന്നുകൾ, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ആവശ്യമില്ലാതെ മരുന്നുകൾ കുറിച്ച് കൊടുക്കും, സ്കാനിങ്ങിനൊക്കെ എഴുതി വിടും. അപ്പോൾ ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള ഒരു പ്രചാരണം ഉണ്ടല്ലോ.
ഇതിന് ഡോക്ടറിന് എന്താണ് പറയാൻ തോന്നുന്നത്? അതായത് ഹോസ്പിറ്റലിന്റെ ഡോക്ടർക്ക് ടാർഗറ്റ് കൊടുത്തു. ടാർഗറ്റ്, അതെ. അതാണ് ഇതിനകത്ത് ബേസിക്കലി ഒരു കാര്യമാണ്, നമ്മൾ ഏതൊരു പ്രൊഫഷൻ ആയാലും അതിനൊരു എത്തിക്സ് ഉണ്ട്. ഏറ്റവും ഇപ്പോഴും എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനാണ്. തീർച്ചയായും. പിന്നെ രണ്ടാമത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഡോക്ടർമാർ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നുണ്ടായ ആൾക്കാരല്ല. അതിലും ചിലരൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നവരുണ്ടാവും. ബട്ട് 99.9% ആൾക്കാരും എത്തിക്കലായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ രണ്ടാമത് ഇവർ പറയുന്നത് പോലെ ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കുക. ഏതായാലും ഈ 25 വർഷത്തിനിടയ്ക്ക് ഞാൻ ചാരിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഏതായാലും ഇല്ല, കോർപ്പറേറ്റ് വലിയ ഭീമന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിടത്തും ഒരിക്കലും ഒരു ഡോക്ടർക്ക് ടാർഗറ്റ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർ കൃത്യമായിട്ട് അവരുടെ കണക്കുകൾ സൂക്ഷിക്കും. ഈ എത്ര പേഷ്യൻറ്റിനെ കണ്ടു, എത്ര ആൾക്കാരെ കണ്ടു എന്നുള്ള കാര്യങ്ങൾക്ക് അവർ കണക്കുണ്ടാവും. അവരതനുസരിച്ച് അനലൈസ് ചെയ്യും. അല്ലാതെ ഒരിക്കലും ഈ ഡോക്ടർ ഈ മാസം ഇത്രേ ചെയ്തുള്ളൂ, അല്ല അടുത്ത മാസം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു കോർപ്പറേറ്റ് ആൾക്കാരും തരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ആരെങ്കിലും റെയറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കും അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത്, ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, നിലനിൽക്കില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ സെൻസ് ഉള്ളവരാണല്ലോ മനുഷ്യരെല്ലാവരും. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ എന്താ പറയണേ, സോഷ്യൽ മീഡിയയിൽ കേൾക്കാനും ആൾക്കാർക്ക് വ്യൂ കിട്ടാനുമുള്ള ഒരു ആ ഡോക്ടർ അങ്ങനെ എഴുതി, ഈ ഡോക്ടർ അങ്ങനെ എഴുതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ ഒരു നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണല്ലേ. ഓക്കെ ഡോക്ടർ, ഇനി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് കുക്കിംഗ് ഓപ്ഷൻസ് ചോദിക്കാം. അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറയണം. ബെസ്റ്റ് തൊട്ട് ഏറ്റവും താഴെയുള്ളത് ഇതിൽ പറയണം. ഒന്ന് വിറകടുപ്പ്, പിന്നെ ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ്, എയർ ഫ്രയർ. ഇത് അഞ്ചിലും ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഫുഡിൻ്റെ രീതിയിലുള്ള, അതായത് നമ്മുടെ ഫുഡ് ക്വാളിറ്റി അതിൻ്റെ സേഫ്റ്റിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബെസ്റ്റ് കുക്കിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോവേവിംഗ് ആണ്. മൈക്രോവേവിംഗ് ഇസ് ദ ബെസ്റ്റ് കുക്കിംഗ്. ആൻഡ് സെക്കൻഡായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടിൻ്റെ സൈഡിൽ, അതായത് നമ്മൾ ആ ഹീറ്റിംഗ് കുക്കിങ്ങിന് വേണ്ടി നമുക്ക് ചൂടുണ്ടാക്കുന്നതാണല്ലോ വേറെ വിവിധ രീതിയിൽ, ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറാണ്. പിന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള മൂന്നെണ്ണം. വിറകടുപ്പെന്ന് പറയുന്നത് ഒരിക്കലും സേഫ് അല്ല. പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മുടെ കാലത്തിൻ്റെ ആവശ്യമായിരുന്നു, നമുക്ക് വേറെ സാധനങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ഈ മറ്റേ ഫോസിൽ ഫ്യൂവൽ കത്തുന്ന പോലെ തന്നെ ധാരാളം അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും മറ്റു സാധനങ്ങളൊക്കെ ഈ പുക വഴി, വിറക് കത്തുന്ന വഴി ഉണ്ടാവാറുണ്ട്. അത് മുഴുവൻ നമ്മുടെ വീട്ടിൽ ചിമ്മിനിയുള്ള വീടുണ്ടാവും, ചിമ്മിനി ഇല്ലാത്ത വീടുണ്ടാവും. അതെല്ലാം അതിനകത്ത് നമ്മളെല്ലാം ശ്വസിക്കുന്നുണ്ട്. പഴയകാലത്ത് ഈ ആ വീട്ടുകാർക്ക് ചുമ, ഇതൊക്കെ ആസ്മാങ്ങളൊക്കെ കൂടുതലുണ്ടാകാനുള്ള കാരണം ഈ പുകയാണ്. വിറകടുപ്പ് ഇപ്പം ഒരു രീതിയിലും റെക്കമെൻഡബിൾ അല്ല, സേഫ് അല്ല. പിന്നെ അടുത്തത് ഗ്യാസാണ്. ഗ്യാസും ഒരു ഫോസിൽ ഫ്യൂവൽ കത്തുന്നതാണ്. ബട്ട് കമ്പയർഡ് ടു വിറകടുപ്പ് പുക കുറവാണ്. പക്ഷേ അതിലുപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ നല്ല എക്സോസ്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജനൽ തുറന്നിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തുനിന്ന് ഈ വരുന്ന ഒരു മറ്റേ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും അത് പുറത്തേക്ക് പോകും. പിന്നെ ഞാൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഈ ചൂട് ഇതിൻ്റെ ഈ ഹീറ്ററെ വരുന്ന ചൂടായതുകൊണ്ട് യാതൊരു രീതിയിലുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഡക്ഷൻ കുക്കറിന് അവിടെ പറഞ്ഞത്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന് കറണ്ട് ചെലവ് കൂടും. പിന്നെ വന്നത് എയർ ഫ്രയർ ആണ്. എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓവനാണ്. അത് ഓവനകത്തൊരു ഫാനും കൂടെ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓയിൽ കൺസംഷൻ കുറയ്ക്കാം. കുക്കിങ്ങിന് വേണ്ടിയുള്ള, ഫ്രൈയിങ്ങിന് വേണ്ടിയുള്ള നമ്മുടെ ഓയിൽ കൺസംഷൻ കുറയ്ക്കാൻ സാധിക്കും. അപ്പം അതും ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ഈ മൂന്നാമത്തെ വേണം നമുക്ക് അതിനെ എയർ ഫ്രയറിനെ എടുക്കാം. പിന്നെ എയർ ഫ്രയറിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നത് അത്രയും ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. ഓയിൽ കുറവാണെങ്കിലും. അതുപോലെ നമ്മൾ അതിൻ്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ പിന്നെ കപ്പ, ചക്ക അല്ലെങ്കിൽ അങ്ങനത്തെ പൊട്ടറ്റോ ഒന്നും ഫ്രൈ ചെയ്യാതിരിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. കാരണം അത്രയും ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും അതിൽ അക്രിലാമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാകും. അത് കാർസിനോജനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. ഇതാണ് ഈ പറഞ്ഞ കുക്കിംഗ് ഓപ്ഷൻസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓക്കെ ഡോക്ടർ, അപ്പോൾ എയർ ഫ്രയർ പേടിക്കേണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഏറ്റവും താഴെയുള്ളത് നമ്മുടെ വിറകടുപ്പാണ്. ഇനി വിറകടുപ്പിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ ഇതും കുറച്ച് പേർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്. ഈ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ പണ്ട് അവരൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു. പക്ഷേ ഇന്ന് മിക്കവർക്കും അസുഖമാണ്. പക്ഷേ ഇന്ന് ആയുർദൈർഘ്യം കൂടിയിട്ടുണ്ട്, പക്ഷേ പലതരത്തിലുള്ള അസുഖങ്ങൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? ഈ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞപ്പോൾ ഏത് വർഷം തൊട്ട് എടുക്കണം? അത് ഡോക്ടറിൻ്റെ ഇഷ്ടം. നമുക്ക് ഇന്ത്യ ഉണ്ടായ സമയം എടുക്കാം. 1947 1990 എടുത്താൽ തന്നെ നമ്മുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂർ രാജവംശമാണല്ലോ. അവരുടെ ആയുസ് എത്രയാണെന്ന് നോക്കുക. ആവറേജ് ആയുസ് അവരിൽ 50 തികച്ച എത്ര പേരുണ്ടെന്ന് നോക്കുക. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ
ഒരു ആവറേജ് ജീവിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ 35 വയസ്സാണ് മാക്സിമം. 35 വയസ്സാണ് അവരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 1947. അതിനുശേഷമാണ് നമ്മളുടെ ഈ ആയുർദൈർഘ്യം കൂടി ഇപ്പം നമ്മൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 2025 എത്തുമ്പോഴത്തേക്കും ഒരു 80 അടുത്ത് വരും ഫീമെയിൽസിൻ്റെ. പുരുഷന്മാരിൽ അത്രയില്ല, കാരണം അവർക്ക് ഹാബിറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയില്ലെങ്കിലും നമുക്ക് സ്ത്രീയുടെ അടുത്ത് 80 വയസ്സാണ്. അപ്പോൾ നമുക്ക് ആയുർദൈർഘ്യം കൂടി. അപ്പോൾ ഇതൊരു പ്രധാന കാര്യം. പിന്നെ രണ്ടാമത്, ഏത് അസുഖവും ക്യാൻസർ മാത്രമല്ല ഷുഗർ ആണെങ്കിലും എന്താണെങ്കിലും അസുഖങ്ങൾ വരുന്നത് പ്രായമാകുന്നവരിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ സമൂഹത്തിലെ അസുഖങ്ങളും കൂടും. അതാണ് പോയിന്റ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ, നമ്മളുടെ ഈ 1947 ആയുസ് കുറവായിരുന്നെങ്കിലും നമ്മളൊരു കർഷക മോഡലായിരുന്നു. നമ്മൾ നല്ലതുപോലെ അധ്വാനിക്കും, നല്ലതുപോലെ കഴിക്കും, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ ആയുസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നു. നമ്മൾ ഇരിപ്പ് മാത്രമായി, നമ്മുടെ ആക്ടിവിറ്റി കുറഞ്ഞു, പക്ഷേ കഴിക്കുന്നതെല്ലാം പഴയ രീതിയിലായി. അതൊന്ന്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടി. പിന്നെ നമ്മുടെ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ വന്നു. നേരത്തെ നമ്മൾ അരിയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം നമ്മൾ അരിയെ പോളിഷ് ചെയ്ത് വെളുപ്പിച്ച് വൈറ്റ് റൈസ് ആക്കിയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൈലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടി. നമ്മുടെ പാക്കറ്റ്, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാക്കറ്റ് സീരിയൽസ് ആണ്, അതൊക്കെ നമ്പർ 1 കില്ലേഴ്സാണ്. നമ്മുടെ ആയുസ് കുറയ്ക്കുന്ന സാധനമാണ്, അസുഖങ്ങൾ വരുത്തുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡയറ്റ് മാറി, എക്സസൈസ് ഇല്ലായ്മ വന്നു. അങ്ങനെ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം അസുഖം കൂടുതലാണെന്നുള്ളത് അതിൻ്റെ കാര്യം. അപ്പം ആയുസ് കൂടിയതാണ് ഒരു പ്രധാന കാര്യം. കാരണം ഇത്രയും അസുഖങ്ങളുണ്ടാവാൻ അന്നാരും ജീവിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് എനിക്ക് അവർക്ക് ഇത്ര ആയുസാന്ന് പറയുന്നതൊക്കെ വെറും കണക്കിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ പറയാം, പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ടാവും. അന്ന് 150 വർഷം വരെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതൊരുത്തനാണ്. പക്ഷേ നമ്മളൊരു സമൂഹത്തിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ ആവറേജ് ഇത് വെച്ച് വേണം നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പം ക്ലിയർ ആയല്ലോ? മനസ്സിലായി. താങ്ക് യു. ഇനി സ്മോക്കിങ്ങിനെ കുറിച്ച് ചോദിക്കാം. ഡോക്ടർ, ഇപ്പോൾ ഈ ലങ് ക്യാൻസർ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലങ് ക്യാൻസർ ആണല്ലോ. അപ്പോൾ ഈ പുക വലിക്കുന്നവർക്ക് നല്ലപോലെ അറിയാം, മുതിർന്നവർക്കായാലും യങ്സ്റ്റേഴ്സിനായാലും ഒക്കെ അറിയാം, ഇത് സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് തന്നെയാണ്, ടൊബാക്കോ തന്നെയാണ് മെയിൻ കാരണമെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സിൻസിയറായിട്ട് ഇതൊന്ന് നിർത്തണമെന്ന് വിചാരിച്ചാലും ഈ ഒരു നിക്കോട്ടിൻ അഡിക്ഷൻ കാരണം അവർക്ക് പറ്റില്ല, നിർത്തിയാലും വീണ്ടും തുടങ്ങും. അപ്പോൾ ഈ നിക്കോട്ടിൻ അഡിക്ഷൻ മാറ്റാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നമ്പർ 1 ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഇന്ത്യയിലും. ആണോ? സോറി, ഞാൻ പറയാം. നമുക്ക് ഈ സിഗരറ്റ് വലി അല്ലെങ്കിൽ ടുബാക്കോയുടെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ നിർത്താം എന്നുള്ളതിനെ കുറിച്ചല്ലേ ചോദ്യം? അതായത് ഡോക്ടർ, ഈ നമ്മളിപ്പോൾ വലിക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇവർ വീണ്ടും ചെയ്യുമല്ലോ, അത് നിക്കോട്ടിൻ അഡിക്ഷൻ കാരണമാണല്ലോ. അപ്പോൾ ആ നിക്കോട്ടിൻ അഡിക്ഷൻ മാറ്റാൻ പറ്റുമോ? അത് വേണ്ടെങ്കിൽ വേണ്ട. നിക്കോട്ടിനാണ് അതിൻ്റെ അകത്തെ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് വീണ്ടും അതിൻ്റെ ബ്രെയിനിലെ ലെവൽ കുറഞ്ഞു കഴിയുമ്പം വീണ്ടും അത് വേണം, അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മൾ ആൾക്കാർക്ക് ഇത് വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതൊരിക്കലും നമ്മൾ ഈ പോസ്റ്റ്പോൺ, ഞാൻ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്ന് പറഞ്ഞൊരു രീതിയിലുള്ള പുകവലി നിർത്തുക അല്ലെങ്കിൽ ടുബാക്കോയുടെ ഏത് രീതിയിലുള്ള ഉപയോഗവും നിർത്താൻ പറ്റത്തില്ല. നമുക്ക് അതിനൊരു നമ്മൾ ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കുക. അതിനുശേഷം നമ്മുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് മുതൽ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അബ്രപ്റ്റായിട്ട് അങ്ങ് നിർത്തുകയാണെങ്കിൽ മാത്രമേ അതിനൊരു സ്റ്റോപ്പേജ് കിട്ടുള്ളൂ. അതല്ല നമ്മൾ ഇന്ന് 2 വലിച്ചു, നാളെ ഞാൻ 1 വലിക്കുള്ളൂ, മറ്റന്നാൾ ഞാൻ 1-2 ദിവസങ്ങളിൽ വലിക്കാമെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അതൊരിക്കലും ശാശ്വതമാവില്ല. നമ്മൾ അബ്രപ്റ്റായിട്ട് ഈ ഒരു ഡിസിഷൻ എടുത്ത് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും നമുക്ക് വലിക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ എന്തെങ്കിലും നമ്മളൊരു ഡൈവേർഷൻ ആക്ടിവിറ്റി, അല്ലെ നമ്മൾ സുഹൃത്തുക്കളെടുത്ത് പോകുമ്പോൾ കാപ്പി കുടിക്കാൻ പോകുമ്പോഴാണ് വലിക്കുന്നതെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക. കാരണം ഇതിനകത്ത് നമുക്കൊരു കഷ്ടിച്ചൊരു ഒരു ഇമ്പൾസ് വരുമ്പം ഒരു 3 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിന് നമ്മൾ ചൂയിങ്ങും കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ നോക്കിയാൽ മതി. ഒത്തിരി നേരം നിൽക്കില്ല, കഷ്ടിച്ച് 3 മിനിറ്റേ ഉള്ള വരുന്ന നമുക്ക് വലിക്കണമെന്നുള്ള അറിഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ നമുക്ക് എൻ്റെ ശരീരത്തിന് അതിൻ്റെ ആവശ്യമില്ല, കാരണം ശരീരം അതുമായിട്ട് അഡ്ജസ്റ്റ് ആവും. ഇത് നോർമലി നമുക്ക് മിക്കവാറും ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് പറ്റാത്തവർക്ക് നമുക്ക് നിക്കോട്ടിൻ്റെ പാച്ചസ് ഉണ്ട്, ചെറിയ ചൂയിങ്ങം പോലത്തെ സാധനമുണ്ട്. അതായത് ഒരു രീതിയിലും ഈ പറഞ്ഞ രീതിയിൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കൊരു 98% ആൾക്കാർക്കും ഈ 2 ടെക്നിക്ക് കൊണ്ട് നമുക്ക് പുകവലി പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. പിന്നെ ഒരു ചെറിയ ഫ്രാക്ഷൻ വരുന്നവർക്ക് നമുക്ക് ചില മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഈ അഡിക്ഷൻ മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള സൈക്കോട്രോപിക് ആയിട്ടുള്ള ചില മരുന്നുകൾ ആവശ്യം വരും. അത് ഇങ്ങനെയാണ് നമ്മൾ ഈ
പുകവലി നിർത്തേണ്ട, അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം നിർത്തേണ്ട. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെയിൻ സ്മോക്കറായിട്ടുള്ള ഒരു വ്യക്തി, അപ്പോൾ അവരത് നിർത്തണമെങ്കിൽ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? ഇപ്പം നമുക്ക് നിരവധി സ്മോക്കിംഗ് സെസേഷൻ ക്ലിനിക്കുകളുണ്ട്. ഓങ്കോളജി സെൻറ്റേഴ്സിലുണ്ട്, പൾമണോളജി സെൻറ്റേഴ്സിലുണ്ട്, സൈക്കാട്രി റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഈ 3 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും ഇതിൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അത് ഓരോ ചിലർക്ക് ഇതിനൊക്കെ ഒരു താല്പര്യമുള്ള ഡോക്ടർമാരുണ്ടാവും. എല്ലാവർക്കും ഇതിപ്പോ ഈ പറഞ്ഞ പേഷ്യനെ വന്നിരുത്തി കൗൺസിൽ ചെയ്ത് പറഞ്ഞു അങ്ങനെയുള്ള സെന്റേഴ്സ് കണ്ടുപിടിക്കും. ഇഷ്ടംപോലെ സെന്റേഴ്സ് ഉണ്ട്. പർട്ടിക്കുലർലി ഈ സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്യാൻസറുകൾ 40% 50 വർഷം കൊണ്ട് അങ്ങനെ തന്നെ അപ്രത്യക്ഷമാവുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് പ്രിവെൻറ്റീവാണ് നമ്മുടെ പ്രധാന ഇത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ ഡോക്ടർ, ഈ സ്മോക്കിങ്ങിന് പകരമായിട്ടും ഇലക്ട്രോണിക് സിഗരറ്റ്, ഈ സിഗരറ്റ് വേപ്പ് ഇതിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ അത് എത്രത്തോളം ക്യാൻസറിന് കാരണമാവും? അതും കാർസിനോജനിക് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്ക്, കാരണം ഈ പുക കത്തുമ്പോൾ ഉണ്ടാകുന്ന പോളിസൈക്ലിക് അരോമാറ്റിക് പുകയില ഇല്ലാണ്ട് 7000-ഓളം കെമിക്കൽസ് ഉണ്ട് പുകയില കത്തുമ്പോൾ. അത്ര ഇല്ലെങ്കിലും ഈ വാപ്പിങ്ങിലൂടെയും നമുക്ക് DNA, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്യാൻസർ DNA ഡാമേജ് ഉണ്ടാക്കാൻ കഴിയും ഈ വാപ്പിങ്ങിനാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മറ്റേതിൻ്റെ അത്ര ഇല്ലെങ്കിലും ഈ വാപ്പിങ്ങും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ലങ് ക്യാൻസർ റിസ്ക് കുറവാണ്. ബട്ട് ലങ് ക്യാൻസർ റിസ്ക് മാറുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഹൈ നിക്കോട്ടിനാണ് ഈ വാപ്പിങ്ങിനകത്ത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആവും. കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ എത്തും. അതാണ് ഇതിൻ്റെ ഒരു വല്ലാത്ത പ്രശ്നം. എല്ലാവരും പറയുമെങ്കിലും, കാരണം ഇതിന് മറ്റേ പുകയിലേക്ക് ഒരു ഫുൾ സിഗരറ്റ് ചിലർ ഉപദേശിക്കാറുണ്ട് അത് മാറ്റാൻ ഇലക്ട്രോണിക് സിഗരറ്റ് നല്ലതാ ചോദിച്ചത്. ഹൈ നിക്കോട്ടിൻ ഉണ്ട്. അപ്പം ഹൈ നിക്കോട്ടിൻ ഉണ്ടാകുമ്പോൾ അഡിക്ഷൻ കൂടും. അതുപോലെ ഇത് ഈ ഇതിൻ്റെ ഈ ഡയറക്റ്റ് ടുബാക്കോ എഫക്റ്റ് അല്ലാതെ വേറെ ഒത്തിരി സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഡ്രോപ്പിൽ ഒഴിക്കാൻ വരുന്ന സാധനത്തിൽ അതെല്ലാം നമുക്ക് വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതുകൂടാതെ ലങ് ഡാമേജസ് ഇതിൻ്റെ ഈ ഹൈ വേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. വാപ്പിംഗ് ഒരിക്കലും സേഫ് അല്ല, നിർത്തണം നമ്മൾ കംപ്ലീറ്റ്. അതല്ലേ. അതുപോലെ ഡോക്ടർ, ഈ ലങ് ക്യാൻസർ സിംറ്റംസ് എന്താണ്? അതുപോലെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ലങ് ക്യാൻസറിന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വരുന്ന അഡ്വാൻസ് സ്റ്റേജിലാണ്. കാരണം സൈലൻ്റ് ആയിരിക്കും ഭൂരിഭാഗം സമയം. അതുകൊണ്ടാണ് ലങ് ക്യാൻസറിനെ കുറിച്ച് സ്ക്രീൻ ചെയ്യണം. അതായത് നമ്മൾ സിംറ്റം ഇല്ലാത്തവരിൽ ചെക്ക് ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കണം. കാരണം ലങ് ക്യാൻസർ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ക്യൂറബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസിനേക്കാൾ ഉപരി ലങ് ക്യാൻസർ സിംറ്റം ഇല്ലാത്തവരിൽ ഇത് കണ്ടത് ലങ് ക്യാൻസർ സ്ക്രീനിങ് നടത്തണമെന്ന് പറയുന്നത്. ഇതിൽ ചോദിച്ചുകൊണ്ട് പറയാം, ലങ് ക്യാൻസറിൻ്റെ പ്രധാന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ലങ് ക്യാൻസർ വരുന്നത് സ്മോക്കേഴ്സിലാണ്. അപ്പോൾ അവർക്ക് അറിയാലോ, സ്മോക്കേഴ്സിനെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചുമയുണ്ടാകും. നമ്മൾ സ്മോക്കേഴ്സ് കഫ് എന്ന് പറയും എന്ന് വെച്ചുകൊണ്ടിരിക്കും. ആ പാറ്റേൺ മാറുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് എന്നുള്ളതാണ് ഒരു സിംറ്റം. പിന്നെ സാധാരണ ആൾക്കാരിൽ എടുക്കുകയാണെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയുടെ ഒപ്പം കഫത്തിൽ രക്തം കാണുക, ഇതൊന്നുമില്ല, വെറുതെ നെഞ്ചുവേദന മാത്രം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ. ഇതുകൂടാതെ ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു ടയേർഡ്നെസ് അല്ലെങ്കിൽ ഒരു ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറയും. അതായത് ചെറിയ ഗ്രേഡ് പനി ഉണ്ടാവും, പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പ്രധാന കാരണവും ഈ ലങ് ക്യാൻസർ ആവാം. ഇതുകൂടാതെ വെറുതെ വെയിറ്റ് ലോസ്, വിശപ്പില്ലായ്മ, അത് മാത്രവും വരാം. ഇത് കൂടാതെ ഇത് മെറ്റാസ്റ്റേസ് ചെയ്ത് വേറെ ബ്രെയിനിൽ പോയി കൺവൾഷൻസ് വരാം, ബോൺ ഒടിഞ്ഞിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാം. അപ്പോൾ പരിശോധിച്ച് വരുമ്പോഴായിരിക്കും ലങ് ക്യാൻസർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ലങ് ക്യാൻസർ സിംറ്റംസ് വരുന്ന എല്ലായ്പ്പോഴും ലേറ്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ലേറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെ സ്റ്റേജ് 4, സ്റ്റേജ് 3, 4 ഒക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഇങ്ങനെ സ്മോക്കേഴ്സ് ആയിട്ടുള്ളവർ നേരത്തെ റെഗുലറായിട്ട് സ്ക്രീൻ ചെയ്യണം അല്ലേ? ഓക്കെ ഡോക്ടർ. അതുപോലെ ഈ പ്രത്യേകിച്ച് അസുഖങ്ങൾ എന്നല്ല, ക്യാൻസർ സിംറ്റംസ് ഒന്നുമില്ല, ഒരു ക്യാൻസർ സിംറ്റംസും ഇല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു വ്യക്തി ആദ്യം കാണേണ്ടതൊരു ഓങ്കോളജിസ്റ്റിനെ തന്നെയാണോ? അതുപോലെ ഏതൊക്കെ ടെസ്റ്റുകളുണ്ട്? നമുക്കത് ജനറൽ ഹെൽത്ത് ചെക്കപ്പിന് നമുക്ക് ജനറൽ ഫിസിഷ്യൻസ് ആണ് നല്ലത്. അതിനുവേണ്ടി നമ്മൾ ഓങ്കോളജിസ്റ്റിനെ കാരണം പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി കാര്യത്തിലേക്ക്, അതായത് നമ്മൾ ഈ നോർമലായിട്ട് നടക്കുന്ന ഒരാൾ ഈ എന്തെങ്കിലും ക്യാൻസർ ടെസ്റ്റുകൾ നടത്തണമെന്നുള്ളത്, നമുക്കതിനകത്ത് ഒരു ജനറൽ ഇതായിട്ട് പറഞ്ഞാൽ നമ്മൾ നേരെ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെസ്റ്റുകളൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും നമുക്ക് പബ്ലിഷ് ചെയ്യല്ലേ പരസ്യം വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇല്ല. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോൾ ചോദിച്ച പോലെ നമ്മളൊരു ഹെൽത്ത് ഉള്ള ആൾ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ജനറൽ ഹെൽത്തിനാണെങ്കിൽ ഒരു 20-30 വയസ്സുള്ളവരാണെങ്കിൽ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം BP ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മളൊരു 5 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മുടെ ലൈപ്പിഡ് പ്രൊഫൈൽ ഒന്ന് നോക്കണം. അതാണ് ഒരു 20-30 വയസ്സുള്ള റെക്കമെൻഡ്. 30-40 വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു 3 വർഷം കൂടുമ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനാണെങ്കിൽ നമ്മളൊരു റീനൽ ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും ഈ ലൈപ്പിഡ് പ്രൊഫൈലും ചെയ്യുക.
40 വയസ്സിന് ശേഷമുള്ളവരാകുമ്പോൾ നമ്മളൊരു വൺസ് ഇൻ 3 ഇയേഴ്സ് ഒരു ECG എടുക്കണം. എഗെയിൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അല്ലാതെ ക്യാൻസർ ഉണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ 50 കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബോൺ ഡെൻസിറ്റിയും കൂടെ നോക്കുക. ഇതാണ് ഒരു ജനറൽ ഹെൽത്തായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ടെസ്റ്റുകൾ എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞുള്ള ടെസ്റ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി കമ്മിങ് ടു ക്യാൻസറിന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ചില ക്യാൻസറുകളുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ടെസ്റ്റ് വഴി നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്യാൻസറുകളുമുണ്ട്. അങ്ങനെയുള്ള ക്യാൻസറുകളെ നമ്മൾ കണ്ടുപിടിക്കണം ക്യാൻസർ സ്ക്രീനിങ് വഴി. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഫീമെയിൽസിൻ്റെ എടുക്കുകയാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ, അതായത് യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ. അത് ഒരു 25 വയസ്സ് മുതൽ നമ്മൾ HPV വൈറസിൻ്റെ DNA ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാപ്പ് ടെസ്റ്റ് ചെയ്യാം. എവറി 5 ഇയേഴ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ബ്രസ്റ്റ് ക്യാൻസർ 40 വയസ്സിന് ശേഷമുള്ളവർ ഇയർലി മാമോഗ്രാം ചെയ്യുക. 30 വയസ്സ് മുതൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യുക. കോളോറക്ടൽ ക്യാൻസർ അത് 45 വയസ്സിൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുക. പിന്നെ എവരി 5 ഇയേഴ്സിൽ അത് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ 50 വയസ്സിന് ശേഷമുള്ളവരിൽ നമ്മൾ ക്ലിനിക്കലി ഡിസ്കസ് ചെയ്തതിന് ശേഷം PSA സ്ക്രീനിങ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ ലങ് ക്യാൻസറാണ്. അതായത് സ്മോക്കേഴ്സ് ആണെങ്കിൽ 40 വയസ്സിന് ശേഷം ലോ ഡോസ് ഇയർലി CT സ്കാനിന് വിധേയമാവാം. ഇത്രയും ക്യാൻസറുകളെ നമുക്ക് ഈ നേരത്തെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനും നമുക്ക് റെക്കമെൻഡേഷനുള്ളൂ. അല്ലാതെ ട്യൂമർ മാർക്കർ മുഴുവൻ നോക്കുമോ, അല്ലെങ്കിൽ വയറ് മുഴുവൻ സ്കാൻ ചെയ്ത് നോക്കുമോ, പെറ്റ് സ്കാൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് ക്യാൻസർ സ്ക്രീനിങ് പാക്കേജ് എന്നൊന്നും പറയുന്നതൊന്നും ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഉള്ള ഒരു കാര്യം ഞാൻ മറന്നു, ഇയർലി നമുക്ക് യങ് ഏജ് മുതൽ നമ്മൾ ഓറൽ ക്യാവിറ്റി നോക്കിക്കുന്നത് എപ്പോഴും നല്ലതാണ്, ഹെൽത്തി. ഇത്രയാണ് നമ്മുടെ ഒരു നോർമൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം അല്ലേ? ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതുപോലെ ഈ കോളോറക്ടൽ ക്യാൻസർ ഉണ്ടല്ലോ ഡോക്ടർ, വൻകുടൽ മലാശയ ക്യാൻസർ, ഇതിപ്പോൾ യങ്സ്റ്റേഴ്സിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കോളോറക്ടൽ ക്യാൻസർ? ഈ കോളോറക്ടൽ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കോളറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ എന്ന് പറയുന്ന ഭാഗം, അതായത് ചെറുകുടൽ കഴിഞ്ഞ് മലാശയം വരെയുള്ള ആ കംപ്ലീറ്റ് ഭാഗങ്ങളെ നമ്മൾ ഒരുമിച്ചാണ്. കാരണം അതിൻ്റെ ക്യാൻസർ ഉണ്ടാവാനുള്ളതും ചികിത്സയിൽ ഏതാണ്ട് ഒരുമാതിരി റിലേറ്റഡ് ആയതുകൊണ്ട് കോളോറക്ടൽ ക്യാൻസർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടും രണ്ടവയവമാണ്, കോളനും റെക്റ്റവും, വൻകുടലും മലാശയവും. അപ്പോൾ കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്, കോളോറക്ടൽ ക്യാൻസറിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതൊരു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ക്യാൻസറാണ്. ചില ക്യാൻസർ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ്, ഇതൊരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ക്യാൻസറാണ്. ഇത് പ്രധാനമായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ഫൈബർ ഡയറ്റ്, റെഡ് മീറ്റിൻ്റെ അളവ് കൂടുതൽ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്ഡ് മീറ്റ്, ഇത് നമ്മളുടെ ഡയറ്റിലേക്ക് വരികയും ഇതിനോടൊപ്പം നമ്മളുടെ എക്സസൈസ് കുറവ്, വെയിറ്റ്, നമ്മുടെ അബ്ഡോമൽ ഗർത്ത് കൂടുക, ഇത്രയും ഫാക്ടേഴ്സാണ് ഈ കോളോറക്ടൽ ക്യാൻസറിലേക്ക് നമ്മളെ നയിക്കുന്ന കാരണങ്ങളല്ലേ? അപ്പോൾ ഈ കോളോറക്ടൽ ക്യാൻസർ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ 45 വയസ്സ് കഴിഞ്ഞ് ആദ്യത്തെ ഇത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇയർലി ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് വഴി നമുക്ക് നേരത്തെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഡോക്ടറുമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇത് ഇവിടെ കഴിയുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് പാർട്ട്.